Still meeting is going on. They will brief. So the issue is solved, sir? Still meeting is going on. I cannot comment. George sir, how the meeting is going on inside? It's concluded or not? It's almost concluded. Almost concluded. What will be the solution? No. It is good for Kerala or further discussion will Always happen? good for Kerala. Always it's good for Kerala. Good news will come. Okay, sir. അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു അവിടെ യോഗം എന്നാണ് കെ ജെ ജോർജിന്റെ പ്രതികരണം. ബൽറാം തുടരാം. ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ ഈ യോഗം പൂർത്തിയാകുമെന്നും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അനുകൂലമായ കേരളത്തിന് ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഈ യോഗത്തിൽ നിന്നുണ്ടാകുമെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലെ തീരുമാനം എന്ത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. നമുക്കറിയാം, കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക, അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു പ്രതിസന്ധിയിൽ തുടരുകയാണ്. അതിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ CEC അംഗമായ കെ ജെ ജോർജ് പോലും പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും യോഗം പുരോഗമിക്കുന്നു. ഈ യോഗത്തിൽ നിന്നും രൂപീകരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക, അതിൽ ആരുടെയെല്ലാം പേരുകൾ ഉൾക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാക്കി മാറ്റുന്നതും. കടുത്ത നിലപാടിൽ തന്നെ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു സാഹചര്യം അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിലവിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു യോഗത്തോടെ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യവും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അർദ്ധരാത്രി പിന്നിട്ട വേളയിലും 1.5 മണിക്കൂർ ആ യോഗം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. രാത്രി 11 മണിക്കാണ് പ്രത്യേക CEC യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്നത്. ആ ഒരു യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരംഗം മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യം എന്നുള്ളത് യോഗം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുമെന്നും അനുകൂലമായ കേരളത്തിന് ഗുണകരമായ ഒരു തീരുമാനം ഈ ഒരു യോഗത്തിൽ നിന്നും ഉണ്ടാകും എന്നുമാണ് ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്നാൽ സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഈ ഒരു തീരുമാനം, ഇന്ന് CEC-യിലുണ്ടായ ധാരണ, അത് മല്ലികാർജുൻ ഖാർഗെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ഒരു യോഗത്തിനിടെ ഉയർന്നു വരുമോ എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളതാണ്. നേതാക്കൾ അല്പസമയത്തിനകം തന്നെ യോഗം പൂർത്തിയാക്കി പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഈ യോഗത്തിന്റെ തീരുമാനം എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും വ്യക്തതയുണ്ടാകും. നിലവിലിപ്പോൾ ചർച്ചകൾ ഈ ഒരു യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ചർച്ചകളാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ ചർച്ചകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങും. ആ ഒരു ഘട്ടത്തിൽ പ്രതികരണമുണ്ടാകും. നേതാക്കൾ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോൾ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള കോൺഗ്രസ് നേതാവ്, കർണാടകയിലെ കോൺഗ്രസ് നേതാവ് കെ ജെ ജോർജ്, അദ്ദേഹം പുറത്തേക്ക് വന്നു. അവിടെ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിന് ഗുണകരമായ തീരുമാനം, എല്ലായ്പ്പോഴും കേരളത്തിന് ഗുണകരമായ തീരുമാനം അതുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി മറ്റ് നേതാക്കൾ കൂടി പുറത്തേക്ക് വരാനുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അവിടെ വസതിയിലുണ്ട്. ആ യോഗം എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കെ സുധാകരന് സീറ്റുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ രാത്രി തന്നെ, പുലർച്ചെയാകുമ്പോൾ തന്നെ പട്ടിക പുറത്തു വരുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതോ നാളെ രാവിലെ മാത്രമേ ആ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും നേരത്തെ പുറത്തു വന്ന ഒരു വാർത്ത, പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനുമൊക്കെ പുലർച്ചയ്ക്ക് കേരളത്തിലേക്ക് മടങ്ങേണ്ടതാണ് എന്നുള്ളതാണ്. ഈ ചർച്ച നീണ്ടുപോയ ഘട്ടത്തിൽ ആ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. ആ പട്ടിക പുറത്തു വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരന്റെ കടുംപിടുത്തത്തെ തുടർന്ന് അദ്ദേഹം മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഈ MP-മാർക്ക് ഇളവ് നൽകി മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസിന് പിന്നാക്കം പോകേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യോഗം നീണ്ട് പോവുകയായിരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതാണ്. 55 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ഇതിനോടകം പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി 40 പേരുടെ പട്ടിക കൂടി പുറത്തു വരാനുണ്ട്. അങ്ങനെ 95 സീറ്റുകളിലാണ് ഇത്തവണ UDF-ൽ നിന്ന് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ കീറാമുട്ടിയായി തുടരുന്നത് കെ സുധാകരന്റെ കാര്യമാണ്. അദ്ദേഹം
തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പരസ്യമാക്കുന്നു, നേതാക്കളെ അറിയിക്കുന്നു. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ ഇത്രത്തോളം നീണ്ടുപോയത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇളവ് നൽകാൻ പോകുന്നു AICC നേതൃത്വം എന്നുള്ള വാർത്ത വന്നതാണ്. പക്ഷേ തൊട്ടു പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഒരു പൊതു തീരുമാനം പാർട്ടി എടുത്ത ശേഷം എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും യോഗം ചേരുകയാണ്. ഇന്ന് വൈകിട്ട് ആദ്യം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നതാണ്. അതിന് പിന്നാലെ വീണ്ടും യോഗം ചേരുന്നു. പിന്നീട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് യോഗം എത്തുകയാണ്. ഇപ്പോഴും അവിടെ ചർച്ചകൾ നടക്കുന്നു. യോഗം അന്തിമ ഘട്ടത്തിലെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റ് ചില മണ്ഡലങ്ങളിലെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കേരളത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പോസ്റ്റർ യുദ്ധം നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും സീറ്റിൽ ഇടം പിടിക്കാൻ പോകുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരാണ് മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കാസർഗോഡ് DCCയുടെ പരസ്യ പ്രതിഷേധം കണ്ടത്. DCC അധ്യക്ഷൻ തന്നെ നേരിട്ട് പ്രതികരിക്കുന്നത് കണ്ടു. ജില്ലയ്ക്കകത്തുള്ള നേതാക്കൾക്ക് സീറ്റ് നൽകണം എന്നുള്ളതാണ് DCCയുടെ നിലപാടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അത് തങ്ങൾ KPCC നേതൃത്വത്തെ ആ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നവിടെ KPCC നേതൃത്വത്തെ ആ നിലപാട് അറിയിച്ചതായി DCC അധ്യക്ഷൻ പരസ്യമായി പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗം നേതാക്കൾ അവിടെ യോഗം ചേരുന്നുണ്ട്. അങ്ങനെ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് പ്രകടമായി കണ്ടത് ഈ കാസർഗോഡായിരുന്നു. DCC അധ്യക്ഷൻ തന്നെ അക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ അതൃപ്തി നിഴലിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത് നമ്മൾ കണ്ടതാണ്. കുട്ടനാട്ടിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥി വരാൻ പോകുന്നു നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിലെ രാജിയും ആലപ്പുഴയിൽ നിന്ന് ഒരു നേതാവ് BJPയിൽ ചേക്കേറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക പുറത്തു വന്ന ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെടുന്നു. ഇപ്പോൾ ഈ രണ്ടാം ഘട്ട പട്ടികയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നടക്കുന്ന ഘട്ടത്തിലും ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇതിനകം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ട പട്ടിക വരണം. ആ പട്ടികയിലുള്ള സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങണം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തവണ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഈ വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രചാരണത്തിന് ലഭിക്കുക ചുരുക്കം ദിവസങ്ങളാണ്. അതുകൊണ്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി കൈമെയ് മറന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുന്നൊരവസ്ഥയുള്ളൂ എന്നുള്ള നല്ല ബോധ്യം അത് കോൺഗ്രസിനുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഒറ്റക്കെട്ടായി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കെ സുധാകരൻ അദ്ദേഹത്തിന് സീറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതോടെ ആ പട്ടികയിൽ ചെറിയ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പല തവണയായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കെ സുധാകരൻ ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം ചെലുത്തുന്ന സമ്മർദ്ദവും KPCC നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചതാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇളവ് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. പക്ഷേ ഈ പുലർച്ചെയാകുമ്പോഴും ആ പട്ടിക, കോൺഗ്രസിന്റെ രണ്ടാമത്തെ പട്ടിക പുറത്തു വന്നിട്ടില്ല. അതിപ്പോഴും വൈകുകയാണ്. 40 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിലും കലുഷിതമാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കുമോ പട്ടിക, അങ്ങനെ ആക്കി തീർക്കുന്ന ഒന്നായിരിക്കുമോ പട്ടിക എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.